നമുക്ക് ആദർശിന്റെ നയനയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അവന്തിക്ക് നാഗേന്ദ്രനൊക്കെ നല്ല വമ്പം പണി തന്നെയാണ് കിട്ടിയത്. അനിക്ക് അവന്തികയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. എങ്ങനെയും നന്ദുവിനെ ഇല്ലാതാക്കണം, അങ്ങനെ ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ആദർശ് തന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. നാഗേന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അയാൾ ആരാ എന്താന്നുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നന്ദുവിൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയം മാളവികയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. കുറച്ച് കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടെന്നുള്ള കാര്യം ഹേൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ന്യൂസ് കിട്ടിയ ഉടനെ മാളവിക ആദർശിനെ പോയി കാണുവാണ്. അപ്പൊ ആദർശിനോട് കാര്യങ്ങൾ പറയാണ്. ഇന്ന ദിവസം ഇന്ന സമയത്ത് സ്വർണം വരുന്നുണ്ടെന്ന്. ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ തവണ നമുക്ക് അവരെ കൊടുക്കാനായിട്ട് സാധിക്കും. ഡേവിഡിനെ പൊക്കുവാണെങ്കിൽ ഡേവിഡിന്റെ പിന്നിൽ ആരാ ഉള്ള എന്തായിരുന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കള്ളക്കൊടുത്ത സ്വർണം പിടികൂടിയ സമയത്ത് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ആരാ ഇത് കൊണ്ടുവന്ന് ആർക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും ഡ്രൈവറെ കിട്ടി ചോദ്യം ചെയ്താലല്ല അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ നാഗേന്ദ്രനും കൂട്ടരും ഡ്രൈവറെ ഇല്ലാതാക്കി കളഞ്ഞു, കൊന്നു കളഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയില്ല. പക്ഷെ ഇത്തവണ എങ്ങനെ ആവരുത്. പിന്നീട് ഒരു കാര്യം കൂടെ ആദർശ് മാളവികയോട് പറഞ്ഞു, മാളവിക സൂക്ഷിക്കണം. ഈ വിവരങ്ങളൊക്കെ മാളവികയാണ് തരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാളവികയെ അവർ വെറുതെ വെച്ചേക്കില്ല, തീർത്ത് കളയും. മാളവിക പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം സാറേ, ഞാൻ ആ രീതിക്കാണ് നിൽക്കുന്നത്. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയില. അത് മാത്രല്ല മാളവിക, അറിയാലോ ആ ഡീല് ഇതിനു മുമ്പത്തെ ആ ഡീല് സിംഗപ്പൂർ കമ്പനിയായിട്ടുള്ള ഡീല് നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായി കാണും. ചിലപ്പം കമ്പനിക്കകത്ത് തന്നെ ചാരന്മാര് കാണുമെന്ന്. അതുകൊണ്ട് അവരെല്ലാരെയും നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. മാളവികയും ചിലപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി എന്നെ കാണാൻ വരുന്ന സമയത്ത് കോൺഫിഡൻഷ്യലായിട്ട് വേണം. ഒരു കാരണവശാലും അറിയാനായിട്ട് പാടില്ല. വളരെ രഹസ്യമായിട്ട് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. മാളവിക അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ആദർശ് നന്ദുവിനെ പോയി കാണുന്നുണ്ട്. നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നന്ദു പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്തോളാം ആദർശേട്ട. ആദർശേട്ടൻ വിഷമിക്കണ്ട, ഇത്തവണ എന്റെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നില്ലത്. നന്ദു വളരെയധികം സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നന്ദു പറഞ്ഞു, എനിക്കറിയാം. കാരണം ഒരു പക്ഷേങ്കിൽ ഇത് വമ്പൻ സാവുകളുമായിട്ടാ കൊമ്പ് പറക്കാൻ പോകുന്നേ. മോളിൽ നിന്നുള്ള വിളികളും കാര്യങ്ങളും വരും. ഒരു പക്ഷേങ്കിൽ ഇതിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇത് പിടികൂടണമെങ്കിൽ അതിൻ്റെതായ നീക്കങ്ങൾ നടത്തിയാൽ മതിയാവുള്ളൂ എന്ന് എനിക്കറിയാം. ആദർശ് പറഞ്ഞു, അതിനേക്കാൾ ഉപരി നന്ദു നിന്റെ ജീവൻ അറിയാലോ. ഈ സ്വർണമൊക്കെ അവർ കടത്തുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നീ അത് പോയി പിടികൂടുന്ന സമയത്ത് നിനക്കൊരാപത്ത് ഉണ്ടായിക്കൂടാ, ജീവന് ഹാനി ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചുകൂടാ. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നന്ദു എന്ത് ചെയ്തു, കള്ളക്കടത്ത് സ്വർണം പിടികൂടുവാണ്. ഡ്രൈവർ ഇറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവറും കൂടെ പിടികൂടി. അങ്ങനെ ഡ്രൈവറെ ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് നന്ദു ചോദ്യം ചെയ്യുവാണ്. ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അയാളൊക്കെ ഒന്നും അറിയില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അയാൾ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നോട് ഇതിവിടെ എത്തിക്കാനായിട്ട് പറഞ്ഞ വേറൊരാളാന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ പിടികൂടി നന്ദു. അയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്ന സമയത്താണ് AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങൾ അറിയണേ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നന്ദു ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. കാരണം പണിക്കൂലി പോലും ഇല്ലാതെ AN ജ്വല്ലറിക്കാർ സ്വർണം കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. ആൾക്കാർ ഇടിച്ചു കയറുന്നതിനും കാരണം അതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ കള്ളക്കടത്ത് സ്വർണം ആണല്ലോ. അത് പിടികൂടിയാൽ മാത്രമേ അവരുടെ ഗ്രാഫ് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു തവണ പിടികൂടി, ഇത് 2ാം തവണയാണ്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദു എന്ത് ചെയ്തു, നേരെ AN ജ്വല്ലറിലേക്ക് വരുവാണ്. ഡേവിഡിനെ ചോദ്യം ചെയ്യാനായിട്ട്. ഡേവിഡിനെ കൂട്ടിക്കൊണ്ട് പോണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലുള്ള സംസാരമാണ്. നന്ദു പറഞ്ഞു, അതെ നിങ്ങളെ ചോദ്യം ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു. എന്തിന്? അതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെയൊന്നും എന്നെ കൊണ്ടാൻ പറ്റില്ല, എന്നെ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദുവിനോട് ദേഷ്യപ്പെട്ടു. നന്ദു വിട്ടുകൊടുക്കുവോ? നന്ദു പറഞ്ഞു, പണത്തിന് ഹുങ്ക് എൻ്റെ അടുത്ത് കാണിക്കണ്ട, മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചാൽ മതി. ഡേവിഡ് പറഞ്ഞു, എന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് നീ അനുഭവിക്കും. നിന്റെ തലയിൽ ഈ തൊപ്പി കാണത്തില്ല. തൊപ്പി വേണമെന്ന് എനിക്ക് അധികം നിർബന്ധമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് ഈ തൊപ്പി തലയിൽ വെച്ചിരിക്കുന്ന.
അല്ലാതെ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഉം. അയാൾക്ക് ദേഷ്യം വന്നു. ഡേവിഡ് കുറെ എന്തൊക്കെയോ പറഞ്ഞു. നന്ദു അതൊന്നും കാര്യമാക്കില്ല. കാരണം തീർത്ത് ഒറ്റ ഇടം കൂടെ പൊട്ടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഉം. ഡേവിഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഒടുവില് ഡേവിഡിനെ നന്ദു പിടികൂടി. കള്ളക്കടത്ത് സ്വർണവും പോയി. ഡേവിഡിനെ പിടികൂടി എന്നുള്ള കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ അറിഞ്ഞു. നാഗേന്ദ്രന്റെ പിന്നെ ഇരിക്കപ്രതി ഉണ്ടായിരിക്കുവോ? ഡേവിഡിനെ കൊണ്ടേ നന്ദു ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം പറ, നിങ്ങള് ഇതാർക്ക് വേണ്ടി ചെയ്തേ? നിങ്ങളുടെ ജൂവലറിക്ക് വേണ്ടിയിട്ടാണോ അത് നിങ്ങളുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡേവിഡ് സത്യം പറയാൻ കൂട്ടാക്കിയില്ല. സത്യം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേവിഡിനെ തീർക്കും നാഗേന്ദ്രനെ. അത് ഡേവിഡിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഡേവിഡിനെ ലോക്കപ്പിലാക്കി. ഒടുവിൽ നാഗേന്ദ്രൻ ഇത് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം നന്ദു കള്ളക്കടത്ത് സ്വർണം പിടികൂടിയ കാര്യമൊക്കെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ നന്ദുവിനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എൻ്റെ എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. നന്ദുവിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ മൂർത്തി മുത്തശ്ശനും കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ആദർശിന് നയനയ്ക്ക് നല്ല ടെൻഷനുണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ. ജ്വല്ലറിയുടെ കൊമ്പന്മാർ വെറുതെ ഇരിക്കില്ലെന്നറിയാം. അങ്ങനെ നയന നന്ദുവിനെ കാണുന്നുണ്ട്. നന്ദുവിനെ കണ്ടു പറഞ്ഞു, നന്ദു നീ സൂക്ഷിക്കണം, അവന്മാര് വെറുതെ ഇരിക്കില്ല. അപ്പത്തേനും നന്ദു പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. ഡേവിഡിനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാളുടെ മുകളിൽ ആരാണ് തലപ്പത്തുള്ളതെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. രക്ഷിക്കാനായിട്ട് കൊലകൊമ്പന്മാര് വരട്ടെ, അപ്പം നമുക്കറിയാന്ന് പറഞ്ഞു. എന്താണെങ്കിലും അയാളെ ഞാൻ വിടാൻ പോകുന്നില്ല. നന്ദു നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഡേവിഡിനെ ഇറക്കാനായിട്ട് നാഗേന്ദ്രൻ ശ്രമിച്ചു. പക്ഷെ കള്ളക്കടത്ത് സ്വർണത്തെ കൂടി തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ നാഗേന്ദ്രൻ എന്ത് ചെയ്തു? ഡേവിഡിനെ പുറത്തിറക്കുന്നുണ്ട്. പക്ഷെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നന്ദുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിനെ കൊടുക്കാനായിട്ട് അവന്മാര് ശ്രമിക്കുവാണ്. ഡേവിഡിനെ നാഗേന്ദ്രൻ കാണുന്നുണ്ട്. നാഗേന്ദ്രൻ കണ്ടിട്ട് ഡേവിഡിനോട് പറഞ്ഞു, ഇനി അവൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല, അവളെ തീർത്ത് കളയണം. അവൾ ജീവിച്ചിരിക്കുന്ന ഇനി നമുക്കെല്ലാവർക്കും ആപത്താണ്. പക്ഷെ നന്ദുവിന് കിട്ടാനകത്തുള്ള കുറെ വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നില് വേറെ ആളുണ്ടെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നാഗേന്ദ്രൻ കൊട്ടേഷൻ സംഘത്തെ പോയി കാണുന്നുണ്ട്. കണ്ടിട്ട് നന്ദുവിന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്കെച്ചും പ്ലാനും തയ്യാറാക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ തീർക്കണം. കള്ളക്കടത്ത് സ്വർണ്ണം എല്ലാം പിടികൂടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അബിക്കോ അവന്തിക്കോ ഭയങ്കര ടെൻഷനായിരുന്നു. നന്ദു കത്തിക്കയറുവാണല്ലോ. അബിയും പോയി നാഗേന്ദ്രനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവളെ ഇനി പുറലോകം കാണരുത്, അവളെ തീർത്ത് കളയണം. എന്നെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ച അവള്. അത് മാത്രല്ല അച്ഛാ, അവള് ജീവനോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരയാണ്. അവളെ തീർത്ത് കളഞ്ഞാൽ മാത്രം മതി, ഒരു തെളിവ് പോലും അവശേഷിക്കാതെ വേണം തീർക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തവര് ഈ സമയത്ത് കള്ളക്കടത്ത് സ്വർണം പിടികൂടിയതിന്റെ വിജയം നന്ദു ആഘോഷിക്കുന്നുണ്ട്. നന്ദുവിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അത്ര ഒരു പണി കൊടുക്കാനായിട്ട് പറ്റിയില്ല അവർക്കിട്ട്. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്, ടെൻഷൻ ഉണ്ടായിരുന്നു. അനി നന്ദുവിനോട് പറയുകയും ചെയ്തു, നന്ദു നീ സൂക്ഷിക്കണം, കാരണം വെറുതെ ഇരിക്കില്ല അവന്മാര്, ഇത് 2ാം തവണയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചു. നന്ദു പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദു സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നന്ദുവിനൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അവന്മാര്. നന്ദുവിനെ കൊല്ലാനായിരുന്നു പ്ലാന്. പക്ഷെ നന്ദു അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ. നന്ദുവിനെ കൊല്ലാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈ സമയത്ത് ആദർശിന് നാഗേന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടുവാണ്. നാഗേന്ദ്രന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആദർശിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അയാളാണ് AN ജ്വല്ലറിയുടെ ഓണർ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശ് അറിയുവാണ്. അത് മാത്രമല്ല, അധികം വൈകാതെ നാഗേന്ദ്രനും മൂർത്തി ജ്വല്ലറിയും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. നാഗേന്ദ്രൻ ആരാ എന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ, അബിയുടെ അച്ഛനാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. അതിന്റെ കഥകളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നന്ദുവിനെ കൊല്ലാൻ നോക്കിയാലും അവർക്ക് കൊല്ലാനൊന്നും സാധിക്കുന്നൊന്നുമില്ല. നന്ദു അവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.